ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പം നമ്മളൊക്കെ നാട് വിട്ട് പോയോ, അല്ലെങ്കിൽ എന്താ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഒരു അഭിമാനം, അതുപോലെ ബഹുമാനം എല്ലാം ഉണ്ട് നിങ്ങളോടൊക്കെ. വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ആക്ച്വലി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ വീഡിയോക്കകത്ത്. കാരണം ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അണ്ണാവോടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അത് വലിയ വലിയ രസകരമായ സ്റ്റെപ്പുകളാണ്. അത് സംസാരിക്കണം. രണ്ടാമത്തെ കാര്യം എലിസബത്തിൻ്റെ കാര്യം, മൂന്നാമത്തെ കാര്യം നമ്മുടെ ചെകുത്താൻ്റെ കാര്യം, മറ്റേ നാലാമത് നമ്മുടെ ആ ചേട്ടൻ വെളിപ്പെടുത്തൽ നടത്തിയ ചേട്ടൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളും. പിന്നെ നിലവിൽ ഇപ്പോൾ എന്താണ് ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയുടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറയാം, ഒന്നൊന്നായിട്ട് പറയാം. ആദ്യം തന്നെ നമ്മുടെ എലിസബത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലരും കമൻറ്റ് ബോക്സിനകത്തൊക്കെ കളിയാക്കലുണ്ട്. കാരണം നമ്മുടെ ഈ മലയാളികൾക്കിടയിൽ തന്നെയും ഈ ഇതാണ് ഇതിൻ്റെ അകത്ത് ഇതായിട്ട് കിടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. ഓക്കെ, അവർ ഇതിനകത്ത് ചില ഊടുവഴികളിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു കിടക്കുന്നുണ്ട്. കുടുംബ പ്രശ്നമാണ്, കുടുംബ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക, നിനക്കൊക്കെ നാണമില്ലേ, ഉളുപ്പില്ലേ, പിന്നെ ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ, ഇതൊക്കെ സംസാരിക്കുന്നത് എന്തിനാണ്? പിന്നെ എല്ലാവരും ഈ പറയുന്ന ആ ഒരു സ്ത്രീ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞതൊക്കെ നിനക്ക് കുടുംബകാര്യമൊക്കെ ആയിപ്പോയില്ലേ നിങ്ങൾക്കൊക്കെ? എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ കമൻ്റ് ഇട്ടവരും ഈ നോക്കിക്കൊണ്ട് നിന്ന് ചിരിക്കുന്നവരും എലിസബത്തിനെയും അതുപോലെ അമൃതയും പാപ്പുവിനെയും അടക്കമുള്ള നീതി കിട്ടേണ്ട ആൾക്കാരെ കളിയാക്കുന്നവരും, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കുള്ള ടൈം വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കുള്ള സമയം വരും. ഓക്കെ, ഇപ്പം ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചില കണ്ടിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിരിച്ചു കളാം, വീണ്ടും ചിരിക്കും, പോട്ടെ എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ ഒരു ദിവസം ഒരു സമയം ഇങ്ങനെ പൂട്ട് ഇങ്ങനെ താക്കോലെടുക്കും. ഓക്കെ, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മളിങ്ങനെ ചിരിക്കും. ബട്ട് മറ്റേ അണ്ണാച്ചി പറഞ്ഞ പരിപാടിയല്ല നമ്മളത്, സ്ട്രെയിറ്റ്. ഓക്കെ, അടുത്തത് നമ്മുടെ ചെകുത്താൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിജേഷ് ചേട്ടൻ പുള്ളിക്കാരൻ കൂറുമാറിയോ എന്നുള്ളൊരു പരിപാടി, അതെങ്കിൽ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ടില്ല. കുറേ കമൻസിൽ പല ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നുണ്ട്. അതായത് പുള്ളിയുടെ വീഡിയോ കാണുന്നില്ല, ചാനൽ പോയോ എന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. കാരണം ഈ ചാനലുകളൊക്കെ ചില സമയത്ത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാത്തതുകൊണ്ട് അവരുടെ ആദ്യമാണ് അത്. അവരെ പോലെ ആൾക്കാർ ഇങ്ങനെ പബ്ലിക്കിലേക്ക് ഒന്ന് പറഞ്ഞ് അവർക്ക് വല്ല ആപത്തും പറ്റിയോ ബുദ്ധിമുട്ടായോ എന്നുള്ള വളരെ മാനുഷികമായിട്ടുള്ള അവരുടെ ഒരു ചോദ്യങ്ങളാണ്. അതൊരിക്കലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞതല്ല. പക്ഷേ പുള്ളിയുടെ ചാനലിൽ വീഡിയോ ഇട്ട് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ പുള്ളി ഒരു കാര്യവും മോശം ആ ഒരു ഇതിൽ നിന്ന് പിന്മാറിയിട്ടുമില്ല. ചെകുത്താൻ്റെ കൂടെ ആ ഒരു കേസിനകത്ത് പോവുകയും അതിന് കേസ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ രസകരമാണ്, അത് വേറെ കാര്യം. ഓക്കെ, നമുക്ക് ആദ്യം ലിജേഷ് ചേട്ടൻ്റെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അതിൽ നിന്ന് തുടങ്ങി നമുക്ക് ചെകുത്താൻ്റെ കാര്യം സംസാരിക്കാനുണ്ട്, പിന്നെ നമുക്ക് എലിസബത്തിൻ്റെ കാര്യം സംസാരിക്കാനുണ്ട്, ബാക്കി ചില പരിപാടികളോട് സംസാരിക്കാനുണ്ട്. ഓക്കെ, നോക്കാം. അതിന് ആർക്കൊക്കെ എന്തൊക്കെയാണോ ഈ ഒരു കാര്യത്തിൽ ആർക്കും എവിടെ വേണമെങ്കിലും സാക്ഷി പറയാനും നിയമപരമായിട്ട് എവിടേക്ക് വിളിച്ചാലും ചെല്ലാനും ഞാൻ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ ഇതേപോലെ തന്നെ CM DGP അങ്ങനെ ആ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഞാൻ അയച്ച മെയിൽ ഒരിക്കലും ഈ പറഞ്ഞ സുപ്രധാന ആക്ടറിന് ഇതിനായിട്ട് ഒരു കംപ്ലൈന്റ് പോലും ഒരു സ്ഥലത്തും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ, അതിൽ അത്രയും അതീവ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് കാരണം എൻ്റെ സ്വത്തിനും ജീവനും എല്ലാത്തിനും എൻ്റെ ഫാമിലിക്ക് എല്ലാത്തിനും ഭയങ്കരമായിട്ടുള്ള ത്രെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നെ ഏത് തരത്തിൽ വേണമെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കാം. അതിനൊരു പരിരക്ഷ എന്ന നിലയ്ക്കാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ പറഞ്ഞ DGPക്കും മെയിൽ അയച്ചിട്ടുള്ളത്, കാര്യം പറഞ്ഞിട്ടുള്ളത്. ദെൻ ഞാൻ ചെയ്തിട്ടുള്ളത് പാലാരിവട്ട സ്റ്റേഷൻ. എന്തുകൊണ്ട് പാലാരിവട്ട? ഇതിനു മുമ്പ് എലിസബത്ത്, ഇതേപോലെ തന്നെ ചെകുത്താൻ ചാനൽ ചെയ്യുന്ന അജു, ഇവരൊക്കെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, എന്നെ ഈ തോക്ക് ചൂണ്ടിയ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നുള്ളത് പാലാരിവട്ടത്താണ്. അപ്പോൾ ഞാൻ ആ സ്റ്റേഷനിലാണ് അത് കൊടുക്കേണ്ടത്. അതിന് പ്രകാരം ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ SHO ഉണ്ടായിരുന്നില്ല, അവിടെ ജഗീഷ് എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിന് ഞാൻ ഈ പറഞ്ഞ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം എന്ന രീതിയിലുള്ള ഇത് കൊടുത്തു. അത് കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ ഈ സുപ്രധാന ആക്ടർ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അദ്ദേഹം കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാലാരിവട്ട സ്റ്റേഷനിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു റിക്വസ്റ്റാണ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു നമ്മുടെ മുമ്പിൽ ഒരു കോസ് ഉണ്ട്. അതായത് ഇതിപ്പോൾ എലിസബത്തിൻ്റെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ പാപ്പു, അമൃത, നമ്മളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ അഥവാ ഇപ്പം ഈ ലിജേഷ് ചേട്ടനായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇതിനകത്താണെങ്കിൽ പരമാവധി നിങ്ങളൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ചെയ്യണമല്ല ഞാൻ പറയുന്നത്, അവരെ പോലുള്ള ആൾക്കാർ ഇത്രയും ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനൊക്കെ വളരെ ബാക്കിലാണ് നിൽക്കുന്നത് അതിൻ്റെയൊക്കെ. അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ഗ്രൗണ്ടിൽ പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എങ്കിലും നമുക്ക് ആവശ്യത്തുള്ള പരിപാടികളൊക്കെ വരുന്നുണ്ട്, അത് ആ വഴിക്ക് നോക്കാം, അത്ര തന്നെ ഉള്ളൂ. അത് അങ്ങനെയാണ്, ഞാനത് അങ്ങനെ കാണുന്നുള്ളൂ. ഓക്കെ, അതിൽ ഭീതിയോടുകൂടി ഭയത്തോടുകൂടി പുറകോട്ടോടൊന്ന് ഓടാന്നിട്ട് നിൽക്കുന്നിടത്ത് നിൽക്കും, അതിനോട്ട് മുന്നോട്ട് പോകാൻ നോക്കുന്നേ ഉള്ളൂ, പുറകോട്ടില്ല. പക്ഷേ ഇവരെ പോലുള്ള ആൾക്കാർ പറയുന്നതൊക്കെ വളരെ സ്വീകാര്യമാവേണ്ടതാണ്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തേണ്ടതാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ വീഡിയോസൊക്കെ നിങ്ങളൊക്കെ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ, അതായത്
ചെകുത്താനായിക്കോട്ടെ, ഈ ക്രിട്ടിക്കൽ ലിജേഷ് ഏട്ടനായിക്കോട്ടെ, അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് ആയിക്കോട്ടെ, എൻ്റെ വീഡിയോ അല്ല, ഞാൻ ഇപ്പോഴും സ്റ്റിൽ അവരുടെയൊക്കെ വീഡിയോ പരമാവധി നിങ്ങൾ പ്രചരിപ്പിക്കണം. കാരണം ഇത് അണയരുത്. ഓക്കെ, പക്ഷേ എല്ലാം വരും, ചിലപ്പോൾ ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായേക്കാം, ബാക്കി നോക്കിയേക്കാം. ചെന്നൈയല്ലേ, അപ്പോൾ അവർ പറഞ്ഞു വൈക്കത്തല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം എന്നോട് ചോദിച്ചത് യൂട്യൂബർ അജു, അദ്ദേഹം കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിലാണോ ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതെന്ന്. ഒരിക്കലും അദ്ദേഹം കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ദെൻ അപ്പോൾ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ എന്താണ് വാട്ട് ഇസ് നെക്സ്റ്റ് എന്താവുന്നത്, ഈ പറഞ്ഞ സുപ്രധാന നടൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയെ അവർ വിളിച്ചു നോക്കിയിട്ട് നമ്മൾ കൊടുത്ത ഈ പരാതിയിൽ ആ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കും. ഓക്കെ, കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അതിൽ കഴമ്പ് ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തെ വിളിച്ചാൽ പോരെ, കഴമ്പില്ലെങ്കിൽ നിങ്ങളെയും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അത് ഒരാൾക്ക് ഈ തോക്കിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കൊണ്ട് പരാതി കൊടുക്കുന്നു. ഈ പരാതി കൊടുക്കുന്ന സമയത്ത് പോലീസ് അയാളുടെ അടുത്ത് വിളിച്ചു ചോദിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ തോക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ തോക്കില്ല എന്ന് പറഞ്ഞിട്ട് തോക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അയാൾക്കെതിരെ കേസെടുക്കുന്നത് പോലത്തെ ഒരു പരിപാടിയാണ് പറയുന്നത്. ഭയങ്കര രസമാണ്. പരാതി സ്വീകരിച്ചു, റെസിപ്റ്റ് കിട്ടി. റെസിപ്റ്റ് ഇന്ത്യയിൽ ലാസ്റ്റ് വയ്ക്കാം, കുറച്ച് കട്ട് ചെയ്തിട്ട് വയ്ക്കുള്ളൂ. കാരണം എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ എനിക്കൊരു പേടിയുണ്ട്. കാരണം നമ്മളൊരു വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് പേര് ഞങ്ങൾ എന്താ പറയുക എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ നിന്നിരുന്ന് പറഞ്ഞ് നമുക്കെതിരെ കേസുകൾ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ കഴിഞ്ഞ ഒരു 2 ദിവസം ഇപ്പം ഞാൻ ഈ ഭയത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഈ ഭയം എന്നുള്ള കാര്യം ഇപ്പം ഇദ്ദേഹം ഓക്കെ, നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്ന ആണ് പെണ്ണെന്നൊക്കെ പറയും. ഇനി നമ്മളെല്ലാവരും പറയും എല്ലാം ഏകതയാണ്, എന്താണ് സമത്വമാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയും. എങ്കിലും സത്യം പറഞ്ഞ് എവിടെയൊക്കെയോ ചില സ്ഥലങ്ങളിലെങ്കിലും ഇപ്പം ആണുങ്ങൾക്ക് കുറച്ച് കൂടുതൽ പെട്ടെന്ന് കയറി പോവാം, പെണ്ണുങ്ങൾക്ക് അത് പോകാൻ പറ്റത്തില്ല. കാരണം സമൂഹത്തിൻ്റെ സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ സാമൂഹിക ഒരു ദുരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ എൻ്റെ മൈൻഡല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ 2 പുരുഷന്മാർ, ഒന്ന് ചെകുത്താനും ഒന്ന് ഈ ലിജേഷ് എന്ന് പറഞ്ഞ ഇദ്ദേഹവും കൊണ്ടുപോയി കൊടുത്ത കംപ്ലൈൻറ്റിനെ കുറിച്ചാണ് ഇവർ 2 പേരും പറഞ്ഞത്. ഈ 2 പേര് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും അവരാണുങ്ങളാണ്, അവർക്ക് നേരെ പോവാം, പബ്ലിക്കായിട്ട് സ്വന്തമായിട്ട് സഞ്ചരിക്കുകയൊക്കെ ചെയ്യാം. അവരുടെ ഭയത്തിനെ കുറിച്ച് പറയുമ്പോൾ 2 വർഷം ഈ വ്യക്തിയോടൊപ്പം ചേർന്ന് ജീവിച്ച ഒരു സ്ത്രീ കുറേ നാൾ കൊണ്ട് ട്രോമാറ്റിക് കണ്ടീഷനിലേക്ക്, ഡിപ്രഷനിലേക്ക് പോയ സ്ത്രീ കേസ് കൊടുത്തില്ലെന്നും അവരെ ഒന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും പരിഹാസ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. ചില പരിഹാസ വീഡിയോസൊക്കെ കണ്ടു. ഞാനൊന്നും പറയുന്നില്ല, കാരണം അത് പറയാനുള്ള സാഹചര്യമോ സമയമോ അല്ലാത്തതുകൊണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറഞ്ഞ ഉടനെ മുല്ലപ്പെരിയാർ ഡാമിന് നീതി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മളൊക്കെ സംസാരിച്ച ഉടനെ അവർക്ക് നീതി കിട്ടും. ഈ വളരെ സാമൂഹികമായ കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെയാണ്. ഇതൊന്നും സാമൂഹികമല്ല. ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് സാമൂഹിക വിഷയമല്ല. ഒരുപാട് കാലം കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നുള്ള കാര്യം ഇതല്ല. അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, വീട്ടിൽ ഗുണ്ട കയറി പോയി എന്നുള്ള കാര്യം ഇതൊന്നുമല്ല. 2 സ്ത്രീകളും അവരുടെ മകളും അഥവാ അമൃതയും പാപ്പുവിനും അഫക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അതൊന്നും സാമൂഹിക വിഷയമൊന്നുമല്ല. പക്ഷെ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ വേറെ പല സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ പരിഹസിച്ച് പുച്ഛിച്ച് കുടുംബത്തിൻ്റെ അകത്തുള്ള പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് നമുക്ക് എത്രത്തോളം അതിനകത്ത് സർക്കാസ്റ്റിക്കായിട്ട് നമുക്ക് കളിയാക്കാൻ പറ്റുമോ അങ്ങനെ കളിയാക്കി രസിക്കുന്ന ചില ആൾക്കാരെയൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, ബെസ്റ്റ്, അടിപൊളി. ദാറ്റ്സ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. ബട്ട് ഇവിടുത്തെ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഭയത്തിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തുടക്കത്തിൽ പറഞ്ഞ അയാളൊരാണാണ്, അയാൾക്ക് ജീവിക്കാനുള്ള ഭയമുണ്ട്, കൊതിയുണ്ട്, ജീവിതത്തിനുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ ഈ ചെകുത്താൻ്റെ ജീവിതത്തിന് അപായമുണ്ട്, ഭീഷണി, വധഭീഷണി. അതുപോലെ തന്നെ മറ്റ് പല ആൾക്കാർ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ള ഇത്രയും ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയം നിലനിൽക്കവേ ചില ആൾക്കാരൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വീഡിയോ പോലും ചെയ്യുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, എന്താ ഭീഷണി ഭയം കൊണ്ട് ആയിരിക്കുമല്ലോ, എന്തുകൊണ്ട് ചെയ്യാത്ത? ഓക്കെ ആണല്ലോ. അപ്പോൾ ഭയം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭയം വിതറുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഈ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെയെങ്കിലും വന്ന് അഡ്രസ്സ് ചെയ്തത് ആ സ്ത്രീയുടെ ഒരു കഴിവല്ലേ, മികവല്ലേ, അവരുടെ ധൈര്യമല്ലേ? അതിനെ കൈയടിക്കണമോ അതിനെ പിന്നോട്ട് വലിച്ചു തള്ളിയിടണോ? ഇത് കുടുംബകാര്യമില്ല. നിങ്ങളൊക്കെ എന്തിനാ അവിടെ വിളിച്ചു പറയണേ? ആണോ? എന്തരടേ നടക്കണത് അല്ലേ? അടിപൊളി, സൂപ്പർ. ഒരുപാട് എൻ്റെ ഒരു അക്കൗണ്ട് എത്തരത്തിൽ എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നുള്ള പരിപാടീസാണ് നോക്കുന്നത്. എൻ്റെ കോൾ റെക്കോർഡിങ് കാര്യങ്ങൾ ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാളുടെ കോളോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. എനിക്കറിയാവുന്നവരോട് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. എനിക്ക് ഓക്കെ വിശ്വസിക്കാണ്. കാരണം ഒരുപാട് കോഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ SHO കൊടുത്തു. ഇനി നാളെ ഞാൻ ഇതേപോലെ കമ്മീഷണർ ഓഫീസിൽ ഇതേ സെയിം സാധനം തന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ആ പേപ്പർ നോക്കി വായിക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ കാര്യം. അപ്പോൾ ഇദ്ദേഹം മേളിലേക്ക് പരാതികൾ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ പല ആൾക്കാരും മേളിലേക്ക്, അഥവാ അതോറിറ്റീസിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക്, പോലീസിൻ്റെ അതിൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക്, അതിന് മേളിൽ നിയമപാലകർക്ക്, അങ്ങനെ പല ആൾക്കാർക്കും ഇതിൻ്റെ കേസുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം കുറച്ചുകൂടെ വൈഡായിട്ട് തന്നെ അതിൻ്റെ ലീഗൽ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ചെകുത്താൻ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ലൈവിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കാം. പുള്ളിക്കാരൻ ആണെങ്കിൽ കുറച്ചുകൂടെ കേസ് കൊടുത്ത കേസിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് കിട്ടിയ മറുപടി
അവിടെ നിന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് നിസ്സംഗത, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അത് പുള്ളി പറയണമെന്ന് കൂടെ നമുക്ക് നോക്കാം, എന്താണെന്ന് കേൾക്കാം. പിന്നെ അത് പറയാൻ കാരണം കമ്മീഷനൊക്കെ തല്ലുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നവനെ പിടിക്കാൻ പറ്റാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കല്ലേ നാണക്കേട്, മനസ്സിലായോ? അതല്ല ബാലയ്ക്ക് കമ്മീഷനൊക്കെ അടിക്കാം, ബാലയ്ക്കൂടെ എല്ലാവരും തല്ലുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും എന്ത് വേണം ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ കരഞ്ഞു കഴിഞ്ഞ് പെൺപിള്ളേർക്ക് വന്ന് വിളിച്ചു പറയുമ്പോഴും ആരും ഒന്നും പറയുന്നില്ലെന്നുള്ള മനസ്സിലാക്കുമ്പോൾ തന്നെ പോലീസുകാരനറിയാം ബാല തല്ലുവെന്നും ഇടിക്കുമെന്നും ചവിട്ടുമെന്നും ഉദ്ദേശിച്ച കമ്മീഷണറെയാണ്. എന്നിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ മറ്റേ ഇതുപോലുള്ള യൂട്യൂബറെ കിട്ടുമ്പോൾ ചവിട്ടി പൊളിക്കും. എന്താണ് കാരണം? വളിയെന്ന് പറഞ്ഞു. വളി എന്ന് പറയുന്നവരാണ് ഇത്, ഒരാളെ അടിക്കുമെന്ന് പറയുന്നത്. എടേ തൊപ്പി പണ്ട് ഇവിടെ മലപ്പുറമാണെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തിരുത്തണം. ഓക്കെ, തൊപ്പി ഒരു ഭയങ്കര ക്രൗഡുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പുള്ളി അന്ന് എന്തോ ഒരു ഉറക്കെ പാട്ടൊക്കെ പാടുന്നത് പോലെ എന്തോ ഒരു സാധനം ഈ പറഞ്ഞ വളി എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു. ഓക്കെ, ആ ഒരു സാധനം ആ ഒരു ക്രൗഡിൽ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അന്ന് എന്തോ അറസ്റ്റ് ചെയ്യുന്നയോ എന്തൊക്കെയോ അനാവശ്യമായിട്ട്. ഓക്കെ, എനിവേ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതേ സമയത്ത് തന്നെ ചോദിക്കാം, നമ്മുടെ ഈ കോൺസേർട്ടുകൾ നടക്കുന്നുണ്ട്, അതായത് വലിയ വലിയ റാപ്പ് മ്യൂസീഷ്യൻസ് ഒക്കെ ഇവിടെയൊക്കെ വന്നിട്ട് നടത്തുന്നുണ്ട്. അതിനകത്തൊക്കെയാണ് പച്ചയ്ക്ക് നമ്മുടെ ഈ മുദ്രകളടക്കം കാണിക്കുന്നുണ്ട്. തെറി 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 തന്നെയാണ് അതിനകത്ത് വിളിക്കുന്നത്. അതൊക്കെ പാട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. അവർ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്യും. എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ചോദിക്കുക. ഓക്കെ, ഇദ്ദേഹം ചെയ്ത തെറ്റാണ്, അവർ ചെയ്തെങ്കിൽ തെറ്റല്ലതാവും. ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ ഈ പറയുന്നൊരു കാര്യം, ഇതിനകത്തൊരു ജസ്റ്റിസ് ഉള്ള നാട്, നിയമമുള്ള നാട്, ഭരണഘടനാപരമായിട്ട് ആൾക്കാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും സംസാരിക്കാനുള്ള അവകാശവും അതോടൊപ്പം എല്ലാ കാര്യങ്ങളുള്ള നാടിന്. എന്നാൽ ഭീഷണി സ്വരത്തോടുകൂടി ഒരാൾ സംസാരിക്കുകയും പബ്ലിക്കിൽ അഥവാ പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ മുമ്പിൽ കമ്മീഷണർ ഓഫീസിൻ്റെയൊക്കെ താഴേക്ക് വന്നിരുന്നിട്ട് വളരെ ശക്തമായ ഭീഷണിയിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ അവൻ അടിച്ചേനെ എന്നൊക്കെ പറയും, അതിനെയൊക്കെ എടുത്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ പോലുള്ള ചാനലുകളൊക്കെ അതിനെ വ്യക്തമായിട്ട് എടുത്തു വെച്ചിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, നേരെ വണ്ണം പറഞ്ഞ കേട്ടില്ലേ അടിക്കുമെന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കൊടുത്തിരിക്കുന്നു. എന്താണ് ഇവരിതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിയമം എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? ഒരാൾക്ക് എങ്ങനെയാണ് നീതി നിർവഹണം, ഒരാൾ എങ്ങനെയാണ് നീതിന്യായ വ്യവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അകത്ത് ഉള്ള ഇൻജസ്റ്റിസുകൾ കാണുന്ന സമയത്ത് എങ്ങനെയാണ് ആരെയാണ് പിന്നെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഇതന്നെയല്ലേ എലിസബത്ത് ഇത്ര നാൾ പറഞ്ഞത്? എലിസബത്തിന് പോയി സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങളുടെ കുടുംബമായാലും നിങ്ങൾ അവിടെ തീർക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ ഇടപെട്ടില്ല. രണ്ടാമത് അവർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങളോട് പറഞ്ഞ സമയത്ത് മറ്റേ ആൾ കൊണ്ടങ്ങിളകി ഉടനെ അവസാനം കേസ് കൊടുക്കുന്നു, മറ്റത് കൊടുക്കുന്നു, മറിച്ച് കൊടുക്കുന്നു, യൂട്യൂബേഴ്സിൻ്റെ ചാനൽ പൊട്ടിക്കാൻ സ്ട്രൈക്ക് കൊടുക്കുന്നു. എന്നിട്ട് അണ്ണായും പൊണ്ടാട്ടിയും കൂടെ എന്താ കുക്കറി ചാനൽ വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങ് അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഇതൊക്കെ വലിയ കണ്ടന്റ് അല്ലേ? നിങ്ങൾ ആര് പറഞ്ഞു കണ്ടന്റ് വേറെ ഇല്ലയെന്ന്? എലിസബത്തിൻ്റെ വിഷയവും ഈ പറയുന്ന പർട്ടിക്കുലർ അണ്ണാച്ചിയുടെ വിഷയമല്ലാതെ ഇവിടെ വിഷയമില്ലാത്ത വിഷയദാരിദ്ര്യമുള്ള നാട്ടിലാണോ ജീവിക്കുന്നത്? ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കൊന്നും സമയമില്ലാഞ്ഞിട്ടാണ്, ജോലിയുടെ കാര്യങ്ങളുണ്ട്, അല്ലാതെ ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ വിഷയത്തിൻ്റെ അകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തു? ഇതിനകത്ത് വ്യൂവർഷിപ്പ്, ചിലരൊക്കെ പറഞ്ഞു വ്യൂവർഷിപ്പ്. ഞാൻ വ്യൂവർഷിപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു ഒറ്റ വീഡിയോ ഇതിനെക്കുറിച്ച് സംസാരിച്ച ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്യൂ, നിങ്ങൾ ലൈക്ക് ചെയ്യൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് എണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് പരമാവധി ഇതിൻ്റെ വ്യൂസ് കൂട്ടും. ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. എൻ്റെ പേര് ശരത്തെന്നാ. നല്ല ബോധ്യമുണ്ട് അക്കാര്യത്തിനകത്ത്. ഞാൻ എടുത്തു വച്ചേക്കുന്ന കാര്യത്തിൻ്റെ ഭാരം എത്രയാണെന്നുള്ളത് നല്ല ധാരണ എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, ആ ചുറ്റും നിൽക്കുന്ന മറ്റ് യൂട്യൂബേഴ്സിനും അവർക്ക് നല്ല ധാരണയുണ്ട്. ആ തലയിൽ വെച്ചിരിക്കുന്ന ഭാരത്തിൻ്റെ കണക്കിനൊന്നും ഈ പൈസ എന്ന് കണക്കിൽ പെടുത്തരുത്. ജീവൻ വെച്ച് കളിക്കുന്നിടത്ത് എന്താണ് ഈ പൈസ? ജീവനാണോ പൈസയാണോ വലുത്? വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 10 വീഡിയോ ചെയ്യാം വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിന് വ്യൂസ് കിട്ടത്തില്ല എന്ന്? അങ്ങനെയല്ല, ഒരു കോസ് ഉണ്ട്. ആ കാര്യം ഞാനിത് തുടക്കം മുതലേ പറയുന്നത്, ഇത് താഴെ പോകരുത്, മറ്റ് വിഷയങ്ങൾ വന്നാൽ ഇത് ആൾക്കാരിതിൽ. പക്ഷെ ഒരുപാട് പേര് സംസാരിക്കുന്നു. എന്തുകൊണ്ട്? അവർക്കും വേറെ വിഷയങ്ങൾ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ഈ വിഷയം നിലനിൽക്കണം, ഇതിൽ ജസ്റ്റിസ് നടപ്പിലാവണം എന്ന് ധാരണയുള്ള ഒരു പൊതുബോധമുള്ള നല്ല സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇതിനകത്ത് നിലനിൽക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂറ്റി ഉണ്ട് അവിടെ, ശരിയല്ലേ? ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? ഇതിന് ഞാൻ പോയി പറയണം. അങ്ങനെ ചെയ്ത് ആരാണ് അവരിൽ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്? ഇവൻ്റെ അടുത്ത് അത് എവിടെ നിന്നാണ് പറഞ്ഞേക്കുന്നത്? പോലീസ് മേധാവിയുടെ മൂപ്പിൻ്റെ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ട് തോക്കിൻ്റെ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ തോക്കിൻ്റെ കാര്യം പറയാം, എന്നെ പഠിപ്പിക്കുക. തോക്കെന്ന് പറയുമ്പോൾ പല വിധമുണ്ട്. അതായത് ഇപ്പോൾ മറ്റേ പിസ്റ്റൾ, റൈഫിൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യനെ കൊല്ലാൻ പറ്റുന്ന സാധനം റേഞ്ച് ഒക്കെ നോക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു റൈഫിളാണോ എന്ത് വേണം ആയിക്കോട്ടെ, ഏത് ടൈപ്പ് സാധനമാണെങ്കിലും ഷോട്ട് ഗണ്ണോ എന്ത് സാധനമാണെങ്കിലും, ഇപ്പോൾ ഒരുപാട് ദൂരം വന്നിട്ട് ഈ വെടികൊണ്ട് എത്താത്ത റേഞ്ചിൽ നിന്നുകൊണ്ട് ആ തോക്ക് കാണിച്ചിട്ട് ഇങ്ങനെ വെടി വെച്ചു അല്ലേ? തോക്ക് ആകാശത്ത് വിളിക്കുന്നത് ഞാൻ എന്നെ കൊല്ലാന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അതൊന്നും അയാൾ പറഞ്ഞില്ല, എനിക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പിള്ളേരെ ഏർഗണ്ണായിരിക്കാം, അല്ലെങ്കിൽ കളിപ്പാട്ടമായിരിക്കാം, അങ്ങനെ എന്തും ആകാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, ഈ തോക്ക് അവൻ്റെ ഇരുന്ന് തോക്ക് ഏതാണെന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അവൻ്റെ ഇരുന്ന് തോക്ക് ഏതാണ് അത് നമുക്ക് അറിയത്തില്ലല്ലോ. അത് നമ്മൾ എന്താ കേസ് നിങ്ങൾ പരാതി വരുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടെത്തുമല്ലേ വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ എപ്പോൾ അന്വേഷിക്കും? നിങ്ങളിപ്പോൾ അന്ന് രാത്രി പരാതി വന്നു, പിറ്റേ ദിവസം രാവിലെ അത് പോയി അന്വേഷിക്കുമെന്ന്.
ഞാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അന്വേഷിച്ചാൽ പോകില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അന്വേഷിക്കണ്ടേ? തോക്കല്ലേ സാധനം. തോക്കെന്ന് കേട്ടാൽ ഒരു ദിവസം കഴിഞ്ഞ് പോകുന്ന ഓഫീസർ എത്ര ദിവസം ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് അവർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നേരെ മുഖ്യമന്ത്രി വീട്ടിലെത്തില്ലെന്ന് വിചാരിക്കുക. മുഖ്യമന്ത്രി വേണ്ട, വേറെ വല്ല അല്ലെ ഇത് ഞാൻ തിരിച്ചറിയുമെന്ന് വിചാരിക്കുക, വല്ല സാധാരണക്കാർ തമ്മിലെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളപ്പോൾ ഇവർ അടുത്ത ദിവസമാണ് പോകുന്നത് അന്വേഷിക്കാൻ. എന്തുമാത്രമാണ് അരാജകത്വം എന്നറിയോ? എന്തുമാത്രമാണ് ഇതിൻ്റെ പ്രശ്നം എന്നറിയോ? അതായത് നിങ്ങളോ ഞാനോ ഒന്ന് പൊതുനിരത്തിൽ നിന്നുകൊണ്ട് ഒരു കളിത്തോക്ക് വെച്ചിട്ട് ഒരുത്തനെ ഇങ്ങനെ കാണിച്ചാൽ പോലും നിങ്ങളകത്താ കാണിച്ചവൻ. ഇവിടെ തോക്കിൻ്റെ കാര്യം പറഞ്ഞ് ഒരു ദൃക്സാക്ഷി കൂടെ ഉണ്ടായിരുന്ന പങ്കാളി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞു. 2, ഈ കൂടെ നടന്ന ഒരു വ്യക്തി, സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള വ്യക്തി ലിജേഷ് എന്ന് പറഞ്ഞ വ്യക്തി, അയാൾ കണ്ടു എന്ന് പറഞ്ഞു. 3, സായി, സീക്രട്ട് ഏജന്റ് സായി, പുള്ളിക്കാരൻ്റെ ചാനലിൽ കൂടെ അത് കണ്ടു എന്ന് പറഞ്ഞു. 4, ഇതിനകത്ത് ഇരയായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ വ്യക്തി ആ പുള്ളിക്കാരനെ കണ്ടു എന്ന് പറയുന്നു. ഇവരെല്ലാവരും കണ്ടു. 6 അടക്കം പറഞ്ഞു. 5 or 6 പേര് ഇതിനകത്ത് ദൃക്സാക്ഷികളുണ്ട്. ഇത്രയും ദൃക്സാക്ഷികളൊന്നും പോരെ ഒരാൾക്ക് എതിരെ ഒരു കംപ്ലൈൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, പെറ്റീഷൻ ഇത് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു FIR ഇടാൻ വേണ്ടിയിട്ട്? എനിക്ക് മനസ്സിലാവും. ഇവിടുത്തെ പോലീസുകാർക്ക് ഒരു കാര്യം ഒരു ധാരണ ഇല്ലാത്ത പോലെ ഇങ്ങനെ ഒരു എന്തോ അത് ഇവരെന്ത് പഠിച്ചേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെങ്ങനെ ഇത് പഠിക്കുന്നത്? എവിടെ നിന്ന് പഠിക്കുന്നത്? ഒരു തോക്കുമായിട്ട് ആൾ വന്നിട്ട് 2 പേരുടെ എൻ്റെയും എൻ്റെ സുഹൃത്തായ മാറ്റിൻ്റെയും ജീവൻ അപായത്തിലാണ്, കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ 2 പേരുടെ ജീവൻ അപായത്തിലാണ് അറിഞ്ഞിട്ട് അവരവിടെ കുത്തിയിരിക്കുക. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞാൽ ചെന്നത് കുത്തിയിരുന്നൊക്കെ പോട്ടെ, ഇവർ FIR തോക്കുന്നതിന് അച്ചടം എഴുതിയിട്ടില്ല. നമ്മൾ മുഴുവൻ പറയുന്നത് തോക്കുമായിട്ട് വന്നു എന്ന് പറയുന്നത് FIR തോക്കില്ല. അങ്ങനെ ഇത്രയൊന്നും പറയാനില്ല എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. നമ്മുടെ നാട്, നമ്മുടെ നാട്ടിൻ്റെ അകത്തൊരു നിയമ വ്യവസ്ഥിതി, ഇതൊക്കെ നമ്മൾ പറയും നീതിന്യായ വ്യവസ്ഥിതി എന്നൊക്കെ പറയും. ഇന്ന് ഈ കമൻറ്റ് ബോക്സുകളിനകത്തും ഈ ഇവിടെ സംസാരിക്കുന്ന എനിക്ക് നിങ്ങൾക്കൊന്നും നടപ്പിലാക്കാൻ പറ്റത്തില്ല നീതി. നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അത് എന്താണ്? അത് നീതിയല്ല, അത് നിയമത്തിനെ കയ്യിലെടുക്കല്ല, ആ പരിപാടിയല്ല. ഇവിടെ നിയമത്തെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചവരും നിയമത്തിനെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുന്നവരും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ ചില ആൾക്കാരും ഇവിടെ ആരടുത്തൊക്കെയാണ് പോവുക. ഇതെല്ലാം കാണിച്ചു തന്ന് പറഞ്ഞത് എന്തെന്നറിയാമോ? ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് പോലും അയാൾക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തവരാണോ എലിസബത്ത് വന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എലിസബത്ത് വന്ന് കഴിഞ്ഞാൽ ഉടനെ എലിസബത്ത് നീതി കൊടുക്കുമെന്ന് പറയുന്നത്? എലിസബത്ത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല, ശരിയാ, ഞാൻ അടക്കം പറയുന്നു കംപ്ലൈൻറ്റ് കൊടുക്കണം. ബട്ട് എലിസബത്ത് വന്ന് സംസാരിച്ച് ഇവരെന്നും പറഞ്ഞിട്ട് ഒന്നും ഇതിനെ ദൃക്സാക്ഷികളടക്കം ഈ തോക്ക് കേസിൻ്റെ അകത്തുള്ള കാര്യത്തിന് അതൊന്നും വരുന്നില്ലല്ലോ. എലിസബത്തിൻ്റെ റേപ്പ് കേസാണ്. ആ ഒരു കാര്യത്തിനെക്കുറിച്ച് പബ്ലിക്കിൽ ഒരു സ്ത്രീ വന്ന് അഡ്രസ്സ് ചെയ്തതാ. അതിനെക്കുറിച്ച് ആരും ചോദിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, അതിനെതിരെ നിയമം നടപടികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നും ഉണ്ടാവത്തില്ല. ഈ പറഞ്ഞ ബാക്കിയുള്ള ആൾക്കാരുടെ കേസുകൾക്കൊന്നും ഒരു വാലിഡിറ്റി ഇല്ല. പക്ഷേ ചില ആൾക്കാർക്ക് വിഹരിച്ച് നടക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് താനും. ഇതിൻ്റെ ഇടയിൽ എലിസബത്ത് വന്നൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? നിങ്ങളൊന്ന് പറഞ്ഞു തന്നേ. എങ്ങനെയാണ് അവർ മറ്റേ ഗുണ്ടായുസം അറിയാന്നുള്ളതൊന്നുമല്ല, അവർ ബിഷഗ്വരയാണ്, അഥവാ ഡോക്ടറാണ്, വൈദ്യനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചികിത്സ നടത്താൻ വേണ്ടിയിട്ട് മാത്രം അറിയുന്ന ഒരു കുട്ടി, അവർക്കാണെങ്കിൽ ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന, ആ ഡിപ്രഷൻ്റെയൊക്കെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കുട്ടി, അവർ എങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഇതെല്ലാം കൂടെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പോയിട്ട് നിങ്ങളൊക്കെ ഈ പറയും കേസ് കൊടു. ഓക്കെ, ജസ്റ്റിസ് വേണം, അതിന് കേസ് കൊടുക്കണം ആണ്. ബട്ട് ഇവരൊക്കെ കൊടുത്തതിൻ്റെ കേസിൻ്റെ പരിപാടി എന്തായി? ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇനി വഴിയെ തെളിയേണ്ടതാണ്. ഇത് നിങ്ങൾ ആലോചിക്കുക, നമുക്കൊരു ബുദ്ധി വേണ്ട, നമുക്കൊരു ഒരു ബോധം വേണ്ടേ? മറ്റേ ഇതിനകത്ത് പറയുന്ന പോലെ ഏതാണെന്നറിയോ, നമ്മുടെ മട്ടൺ പ്രവേശനം പടത്തിനകത്ത് മോഹൻലാൽ ശ്രീനിവാസനോട് ഓടി കണ്ട് രക്ഷപ്പെടുന്ന വഴിക്ക് ശ്രീനിവാസനോടാണോ ശ്രീനിവാസൻ മതിരി ഓടി വരുമ്പോൾ തന്നെ സോമൻ ഇങ്ങനെ തോക്ക്, ആ സംഭവം ഓർക്കുന്നുണ്ടോ? കൊല നടത്തിയതിനു ശേഷം തോക്ക് ഉപേക്ഷിച്ച് പോകാനും മാത്രം മണ്ടനാണോ കൊലയാളി എന്ന് ചോദിക്കും. വീണ്ടും കൊല നടത്തിയതിനു ശേഷം തോക്ക് ഉപേക്ഷിച്ച് പോകാൻ മാത്രം മണ്ടനാണോ? ഓക്കെ, ഇപ്പം പുള്ളി ഇത് രസകരമായ രീതിയിൽ ഇത് സംസാരിക്കുന്നെങ്കിലും ഇതൊക്കെ ഒരു ഫ്രസ്ട്രേഷനാണ്. ഫ്രസ്ട്രേഷൻ മീൻസ് അത് ഒരിക്കലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ നിയമപാലന മേഖലയിൽ എല്ലാവരും ഈ പറഞ്ഞ മോശക്കാരെന്നല്ല. ചില പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള കുറേ ആൾക്കാർ, ചില ആൾക്കാരുടെ കൈകളുടെ അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ അതിനകത്ത് നീതി കിട്ടേണ്ട ആൾക്കാർക്ക് ആ നീതി കിട്ടുന്നതിൽ നിന്ന് അവരെ മാറ്റി വിട്ടുകൊണ്ടേയിരിക്കും. അവിടെയാണ് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരും പണമുള്ള ആൾക്കാരും ഒക്കെ കയറി നിന്ന് കളിക്കുമ്പോൾ സാധാരണക്കാരിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു പണ്ടത്തെ മാടമ്പിത്തം ഉണ്ടല്ലോ. പണ്ടത്തെ നമ്മുടെ നാട്ടിലൊക്കെ എന്തായിരുന്നു? പണ്ട് രാജഭരണമായിരുന്നു. രാജഭരണത്തിന് വെട്ടൊന്ന് മുറി 2, രാജാവിൻ്റെ ഉത്തരവിന് അപ്പുറത്തോട്ട് ചോദ്യം പോലും ഇല്ല, അല്ലേ? ആ കാലഘട്ടം. ഇന്നങ്ങനെയല്ലേ? അതുപോലത്തെ ഒരു പരിപാടി പോലെയല്ലേ ഈ പരിപാടികളൊക്കെ നടക്കുന്നത്?
ചിലർ വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ തോക്ക് കൊണ്ട് നടക്കുന്നു, ചിലരുടെ വീടുകളിൽ കയറിയിട്ട് ആക്രമണങ്ങൾ നടത്തുന്നു, പബ്ലിക്കായിട്ട് തന്നെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുന്നു, ഒരുപാട് പേരെ ഭീഷണിപ്പെടുത്തി വടിവാളിൻ്റെ മുമ്പിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നു, കൊല്ലുമെന്ന് പറയുന്നു, എന്നിട്ട് എന്താണ് റേപ്പ് ചെയ്യുന്നു. ആ ഒരു കാര്യം അതിൻ്റെ ഇരയായിട്ടുള്ള ഒരു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പറയുന്നു, മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് കെഞ്ചുന്നു, കേഴുന്നു, ജനങ്ങളും സമൂഹവും ഇത് കേൾക്കുന്ന ആൾക്കാരും മൂക്കത്ത് വിരൽ വെക്കുന്നു. അപ്പോഴൊക്കെ നിർജീവമായി നിശബ്ദമായി ഇതെല്ലാം വെറുതെ കണ്ടുകൊണ്ട് മാത്രം ഇരിക്കുന്ന കാണികളെ പോലെ കുറച്ച് ആൾക്കാർ. എന്താണ് ഇത്? ഈ നാട്ടിനകത്തൊരു നിയമവ്യവസ്ഥ ഇല്ലേ? ഇല്ലേ? അവിടെ നീ നടപ്പിലാക്കപ്പെടണ്ടേ? ഇനി എലിസബത്ത് എവിടെ? ഇപ്പോൾ എലിസബത്ത് എവിടെ എന്നുള്ള കാര്യത്തിനകത്ത് ഞാനിപ്പോൾ പറയാം, എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എലിസബത്ത് സേഫ് ആണോ? ഞാൻ അറിയുന്നിടത്തോളം എലിസബത്ത് 99% സേഫ് തന്നെയാണ്. ആ സേഫ് ആയതുകൊണ്ട് മാത്രമാണ് ഈ മറ്റേ വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. എലിസബത്ത് സേഫാണ്, എലിസബത്തിനെ അവരുടെ കയ്യിൽ കിട്ടുന്നില്ല, അതാണ് ഇവരുടെ പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇപ്പം ചെകുത്താൻ ഇപ്പോൾ കേസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെകുത്താൻ്റെ സൈഡിൽ നിന്നുള്ള കേസ് കൊടുക്കുന്നു, അതൊക്കെ നിങ്ങൾ കാണുന്നു, അറിയുന്നു. അതുപോലെ തന്നെ ലിജേഷ് ചേട്ടൻ ആ പുള്ളിക്കാരൻ്റെ പ്രൊട്ടക്ഷൻ, അദ്ദേഹത്തിൻ്റെ ജീവൻ ആപത്താണെന്നുള്ള സംഭവം പ്രൊട്ടക്ഷൻ പല അതോറിറ്റിക്കും കൈമാറിക്കൊണ്ടിരിക്കുന്നു, അത് നടക്കുന്നു. യൂട്യൂബേഴ്സ് നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മുടേതായിട്ടുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, നമുക്കും വരുന്ന ഭീഷണികളും അതുപോലെ തന്നെ നമ്മുടെ ജീവന് ത്രെട്ട്, അതെല്ലാം നമ്മുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാനലുകൾ അടിച്ച് പൂട്ടിക്കാൻ ശ്രമിക്കുന്ന എല്ലാത്തിനും തിരിച്ചടി കൊടുത്തിട്ട് ആ ചാനലുകളെ പൂട്ടിക്കാൻ ശ്രമിച്ചവർക്കെതിരെ അത് യൂട്യൂബിൽ തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നിലവിലുള്ളൊരു സാഹചര്യം. ഇതിനകത്ത് ഈ മാളത്തിനകത്തിരുന്നു കൊണ്ട് അവിടെ സുഖലോലുപതയിൽ ഇങ്ങനെ വിഹരിക്കുന്ന ആൾക്കാർ, നിങ്ങളും ചിലപ്പോൾ ചിന്തിക്കും, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും അത് ഭവാനാണോ ചെകുത്താനാണോ അതാരാണ് എന്നുള്ള കാര്യവും നമുക്കറിയില്ല. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും ജഡ്ജ്മെൻ്റൽ ഡേ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റിസ് കിട്ടുകയും കിട്ടേണ്ടവർക്ക് കിട്ടുക തന്നെ ചെയ്യും. മസ്റ്റ് ബി, അത് കിട്ടും. അത് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നൊരു കാര്യം ഞാൻ പറയാം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിശ്വാസത്തിനെ കുറിച്ച് ദൈവത്തിൻ്റെ സംഭവം നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു വിശ്വാസമുണ്ട്, അത് എന്തിലെങ്കിലും ആയിക്കോട്ടെ. അത് വെച്ച് ഞാനൊരു കാര്യം പറയാം. ഇത്രയും ഇപ്പം കാണിച്ച് കൂട്ടിയില്ലേ, ഇതെല്ലാം ഈ ചൂണ്ടോതന് വരം കിട്ടിയത് ഇന്നത്തെ വീഡിയോ പറഞ്ഞില്ല, അത് തന്നെ ചക്കിന് വെച്ചത് കൊക്കിനാണ് കൊണ്ടത്. ഓക്കെ, ആ ചക്കിനല്ല, അത് കൊക്കിന് തന്നെ ആയിട്ട് കൊണ്ടത്. ആ കൊണ്ടത് കൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ അകത്തുള്ള ഓട്ടത്തിലാണ് ചിലർ. ഓക്കെ, ആ ഒരു ഓട്ടം അത് എങ്ങോട്ടൊക്കെ ഈ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇനി ആർക്കൊക്കെ ജീവൻ അപായം ഉണ്ടാവും, ആരുടെയൊക്കെ ലൈഫ് പോകും എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദവും വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്നൊക്കെ വരും. ഞാൻ അത്രയൊക്കെ പറയുന്നുള്ളൂ. എല്ലാവരും ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നത് പോലെയല്ല, എല്ലാം അതിൻ്റെതായ സമയങ്ങളിൽ നടന്നിരിക്കും. അതുപോലെ നമുക്ക് കാത്തിരിക്കാം ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാണുന്നത് ഗൈസ്. ബൈ.